ഏലൂർ നഗരസഭയിൽ കണ്ടെയ്നർ റോഡിൽ നിന്ന് പുത്തലങ്കടവ് വരെയുള്ള 1 കിലോമീറ്ററോളം റോഡ് നവീകരണത്തിന് 6ാം തവണ ഇറക്കിയ ടെൻഡർ നോട്ടീസിനും പ്രതികരണമില്ല. കളമശ്ശേരി എംഎൽഎയും മന്ത്രിയുമായ പി രാജീവിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് BMBC നിലവാരത്തിൽ റോഡ് നവീകരിക്കുന്നതിന് 59 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 6ാമത് ടെൻഡറിന് തിങ്കൾ വൈകിട്ടോടെയായിരുന്നു ടെൻഡർ സമർപ്പിക്കേണ്ടിയിരുന്നത്. ഇതോടെ റോഡ് ടെറിങ് അനിശ്ചിതമായി നീളുകയാണ്. മുപ്പത്തടം, ഏലൂർ പ്രദേശങ്ങളിൽ നിന്ന് കളമശ്ശേരിയിലെത്താനുള്ള എളുപ്പവഴി എന്ന നിലയിൽ ധാരാളം പേരാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. സെന്റ് ആൻസസ് സ്കൂൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള യാത്രയ്ക്കായും ഉപയോഗിക്കുന്ന റോഡ് കുണ്ടും കുഴിയുമായി പരിതാപകരമായ സ്ഥിതിയിലാണ്. കഴിഞ്ഞ വർഷം മധ്യത്തോടെയാണ് ആദ്യ ടെൻഡർ വിളിച്ചത്. MLA റോഡായതിനാൽ എസ്റ്റിമേറ്റ് തുകയിൽ ഒതുങ്ങി വേണം ടെൻഡർ എടുക്കാൻ. എന്നാൽ കഴിഞ്ഞ വർഷം ഒരു ടണ്ണിന് 36,000 രൂപ വിലയുണ്ടായിരുന്ന ബിറ്റുമിന് 50,000 രൂപയായി ഉയർന്നതാണ് കരാറുകാർ മടിക്കുന്നതിന് കാരണം. മുമ്പ് PWD വകുപ്പ് ബിറ്റുമിൻ വാങ്ങി നൽകുകയായിരുന്നു. ഇപ്പോൾ കരാറുകാർ തന്നെ വാങ്ങണമെന്നതും ചെറിയ റോഡിൽ പ്ലാന്റ് സ്ഥാപിച്ച് ജോലി ചെയ്താൽ നഷ്ടമാകും എന്നതും വിനയായിരിക്കുകയാണ്. എന്നാൽ പുത്തലങ്കടവ് റോഡ് നിവാസികളും യാത്രക്കാരും അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതിയായി റോഡ് നവീകരണം അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് ഏലൂർ നഗരസഭാ ചെയർമാൻ AD സുജിൽ പറഞ്ഞു. BMBC നിലവാരം എന്നത് മാറ്റി ഗുണനിലവാരമുള്ള മറ്റേതെങ്കിലും സംവിധാനത്തിലേക്ക് മാറ്റി പുതിയ ടെൻഡർ നടപടി സ്വീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു.